നേരം പുലരണ കാലം തൊട്ടേ കളിചിരിതൻ പൂരം. കഥയില്ല കഥ നാടോടും കഥ അമ്പമ്പോ കഥയേ. ഇനി നേരം പുലരണ കാലം തൊട്ടേ കളിചിരിതൻ പൂരം. ഇത് കഥയില്ല കഥ നാടോടും കഥ അമ്പമ്പോ കഥയേ. കലപില കശപിശ പലവിധം അങ്ങനെ മാറി മറിഞ്ഞാലും സ്നേഹം പൂക്കും തമ്മിൽ തമ്മിൽ താങ്ങാവും കൂട്. അടിത്തട്ട പട്ടപ്പുകൾ ഞൊടിക്കുന്ന മുറിയിൽ കൂട്ടുപിടിച്ചെന്ന ചിതറിയൊരതവിൽ കുതികൾ വെട്ടും തകതിമിത് മൃഗത്തൈ. ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി. ഇനി കേട്ടു രസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി. ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി. ഇനി കേട്ടു രസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി. ചെവിതോര കഥ പറയും അതിലേറെ കളി പറയും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം ഉരുളയ്ക്കുപ്പേരി. ആശാനേ ആശാനെ ആശാനെ വീടെത്തി. ആശാനെ വീടെത്തിന്ന്. ആരടിക്കുന്ന ആരും ആശാൻ? ആരടിക്കാൻ? ആ ചേച്ചി ചേച്ചി ഒരു സാധനം കൊണ്ടുവന്നിട്ട് എടുത്തോ ചേച്ചി. എന്റെ പൊന്നി ചേച്ചി, എന്റെ പഴയ മെക്കാനിക് ആശാനാണ്. ഞാൻ എന്താ ജോലിക്ക് പോണൊരിക്കൽ ജംഗ്ഷനിൽ അടിച്ച് പാമ്പായിട്ടിരിക്കണുണ്ട്. ചോദിച്ചപ്പോ ഇങ്ങോട്ടാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുവന്നതാ. വീഴാണ്ടിരിക്കാൻ വേണ്ടി കയറിട്ട് കെട്ടി വെച്ചേക്കണത്. നമ്മൾ രണ്ടുപേരും വീഴില്ലാടാ. രണ്ടുപേരും കൂടെ വീടിന് പോവില്ലേ? ചേച്ചി ഒന്ന് ഇറക്കാത്തേക്ക് വെക്കി. മാമാ ഇറങ്ങണം. കെട്ടയച്ചു വിടും. ആശാനെ പതുക്കെ 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 ഇറങ്ങി. ചൂടിന്റെ പുറത്താണ് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ചേച്ചി ഞാൻ നോക്കട്ടെ. ജോലിക്ക് പോകണല്ലോ ചേച്ചി. ഇവിടെ വെച്ചോ, ആവശ്യം വരും. ശരി അപ്പൊ ആശാനേ പൊക്കോട്ടെ. ആ പോണ് പോണ്. ശരി ശരി കേട്ടോ. എന്തൊരു പറ്റി? ആർക്ക് എന്തായാലും പറ്റി? നിങ്ങൾക്ക് വല്ലതും പറ്റിയില്ലല്ലേ? മാമനെല്ലാം പറ്റിയാ? എനിക്കൊന്നും പറ്റിയില്ല. പോയാ അവൻ പോയി. മാമാ വന്ന കാലില്ലേ കുറച്ച് മോര് ഉപ്പോട്ട് കലക്കി തരട്ടാ? എന്തിന്? 260 രൂപയുടെ സാധനമാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറത്ത് മോരും വെള്ളം കുടിക്കാനാ? അത് നടക്കും. ചെല്ലാൻ പോകും. ചെല്ലാൻ പോകുന്ന ചെല്ലാല്ല, കുടിച്ചിരിക്കുന്ന അത്രയും പോകുന്നേ. എന്റെ ഉണ്ണിമാമ ഈ മദ്യപാനമൊക്കെ നിർത്താറായില്ലേ? മക്കളെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അറിയാം. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാ പെട്ടെന്ന് അങ്ങ് മേപ്പോട്ട് പോവാം. അതല്ല, കുടിച്ചുകൊണ്ട് വല്ലവന്റെയും ചെന്ന് ആടി ഉണ്ടാക്കി കൈ തരിക്കുമ്പോ അടി ഉണ്ടാക്കും. ആ അടി കിട്ടണവന് ആരോഗ്യത്തിന് ഹാനികരം. മനസ്സിലായ? കുടിക്കണവനല്ല, അടി കിട്ടണവന് ആരോഗ്യത്തിന് ഹാനികരം. അതെ അപ്പോ അമ്മ പിടി, നമുക്കേ അകത്തിരിക്കാം. അകത്ത് പോയി റെസ്റ്റ് എടുക്കാം നമുക്ക്. എന്തൊരു നാറ്റം! അടിച്ചതേ അടിച്ച് ഈ കൂറ സാധനം എവിടെ നിന്ന് കിട്ടി? അയ്യോ, 260 രൂപ സാധനമാണ്. ഇത് പിറ്റിപ്പൂന്റെ മണമല്ലേ? ഇത്രയും കേട്ട പിച്ചിപ്പൂവിന്റെ മണം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പതുക്കെ പയ്യെ ഉടയാതെ കൊണ്ടോടെ മക്കളെ. സാധനം അടിച്ചിട്ട് ചോറ
മക്കളെ ഉണ്ണിയപ്പോ ഉള്ളി അരിഞ്ഞ് കരയണ നോക്ക്. ഓടി ഉള്ളി അരിഞ്ഞ് കരഞ്ഞതല്ല, പിന്നെ ഉള്ളിയിൽ നിന്ന് സങ്കടമാണ്. പുള്ളിക്ക് സങ്കടം ഉണ്ടായോ? പുതിയ കണ്ടുപിടുത്തോണ്ട് വൃത്തിയായിട്ട് കൗണ്ടർ അടിക്കാൻ ഇറങ്ങി പോകണ്ടാകല്ലേ. മാമൻ ഇത്ര ഉള്ളുപാടേണ്ട സങ്കടം എന്തോന്നാണ് എന്റെ അടുത്ത് പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം പറ്റുമെങ്കിൽ. മക്കളെ നിനക്കറിയാല്ലേ, എനിക്ക് ഒരേ ഒരു ചെറുക്കനല്ലേ ഉള്ളൂ, രാമനുണ്ണി. അവനെ പൊന്നുപോലെ ഞാൻ വളർത്തി. എനിക്ക് കൊള്ളി വയ്ക്കേണ്ടവനവനല്ലേ. ഇവൻ തിരിയുന്നറിയാം, ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നു. അവളിപ്പം ഗർഭിണിയായി. തന്ത്രയായ ഞാൻ ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തോന്ന് ചെയ്യാനി? എന്നെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റുമോ? മാമാ, ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുന്നതന്നെ. പിന്നെ ഞാനും ഒരു അച്ഛനാണ്. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മക്കളുടെ കാര്യങ്ങൾ നോക്കിയും കണ്ട് യഥാസമയം ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിലേ മക്കൾ ഇതുപോലെ തോന്നിയ ദിവസമൊക്കെ കാണിക്കും. നിനക്ക് കേൾക്കണോ? അങ്ങോട്ടോ, ഇവന് 2 വയസ്സുള്ള സമയത്ത് ആ നമ്മുടെ കൈവേലിയുടെ പുറത്ത് ഇവൻ ചാടിക്കയറി തറ സിമെന്റിട്ടതാണ്. അതിന്റെ പുറത്ത് ചാടിക്കയറി തറ വിരുന്നുകൊണ്ട് മണ്ട പൊത്തി. ഓ, രക്തമെന്ന് പറഞ്ഞാൽ ഇതേപോലില്ല. ഞാൻ നോക്കിയപ്പം ചെറുക്കം അങ്ങ് വിരുന്ന് നടക്കണം. അവനെ തൂക്കിയെടുക്കണ കണ്ടപ്പം കൊമ്പർനാത്തി നാരായണി ഉണ്ടല്ലേ, അവള് വന്ന് ഇങ്ങനെ നോക്കി. ഈ രക്തം കണ്ട് അവള് ബോധം കെട്ടി വരുന്നു. ഞാൻ എന്ത് ചെയ്യൂന്ന് പറ. ഞാൻ ഈ ചെറുക്കനെ വാരി എടുത്ത് ഇവളെയും വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയി. ഇപ്പുറത്ത് അവൾ അഡ്മിറ്റ്, ചെറുക്ക അപ്പുറത്ത് അഡ്മിറ്റ്. നടുക്ക് ഞാൻ. ഇനി എന്ത് ചെയ്യൂടെ? മാമ വിഷമിക്കണം. മാമ ഒരു കാര്യം, ഞാൻ അവിടെ പോയിരിക്കണം. ഞാൻ ഇവിടെയൊക്കെ നമ്മൾ ശരിയാക്കിയിട്ട് വരാം. ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്തോന്നൊരു കേട്ടാ, വെറുതെ വിഷമിച്ചു. പണ്ട് എപ്പോഴും വെള്ളമടിച്ച് നടന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞ അങ്ങനെ പറയാൻ പാടില്ല, മാമനല്ലേ. അറിയാം, എന്നാലും അവൻ നമ്മളെയും ചതിച്ചിട്ടല്ലേ നിന്നത്. അവൻ മാമനടുത്ത് പറഞ്ഞ് മാത്രമല്ല. വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യം എന്തോന്നു കേട്ടാ. കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ഇനി പറഞ്ഞോണ്ടിരിക്കും. അടിച്ചോ രതീഷ, നോക്ക്. നീ ഇതെവിടെ പിടിക്കേ? വീട്ടോടെ പിടിച്ചോ. സാർ അങ്ങോട്ട് വലിച്ചു പിടി. ഈ ഗാർഡനും പൂന്തോട്ടം കംപ്ലീറ്റ് പോവുമല്ലോ. കുറെ പൈസ കൊടുത്ത് വെച്ചാന്ന് തോന്നുന്നു. വലിച്ചുപിടി വലിച്ചുപിടി വലിച്ചുപിടി. ആ അങ്ങോട്ട്. സാർ എത്ര? 86. ആ 86. അങ്ങോട്ട് അങ്ങോട്ട് പിടി. അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ട് പിടി. ഇനി അകത്തോട്ട് കയറട്ടെ. ആ സാർ അങ്ങോട്ട് പിടി. നല്ല കായ്ഫലമുള്ള മാവ് കേട്ടോ, കംപ്ലീറ്റ് പോകും. സാറേ ഈ ഫില്ലറിന്റെ പാതി ഇതാദ്യം പോകും. അങ്ങോട്ട് പിടിച്ചോ, അങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചോ. ആ ഓക്കെ, വെച്ചോ വെച്ചോ. എത്ര സാറേ? 110. ആ അവിടെ നേരെ ഇങ്ങോട്ട് പിടി. ഓക്കെ, ആ ബോർഡിന്റെ ആ സംഭവം നോക്കണം. ഇവിടെ ഇവിടെ പിടിച്ചോ. ആ സ്ഥലത്തെല്ലാം കുറ്റിയടിക്കും. ടൈറ്റ് ടൈറ്റ് ചെയ്തോ. അവിടെ കുറ്റി അടിച്ചാൽ ശക്തിയായിട്ട് അടിക്കണേ, ഇളകി പോവല്ലേ. ഒരുങ്ങിപ്പോയി. ആ മാറിയൊക്കെ സാറേ, മാറിക്കേ. ഇപ്പൊ നീ എങ്ങനെ അവിടെ ഒരൊറ്റ മീറ്ററേ ഉള്ളൂ. അവിടെ നിന്ന് നീളം പിടിക്കേ. അവിടെ അങ്ങോട്ട് പിടി, അങ്ങോട്ട് പിടി. അവിടെ നാറ്റത്ത് സാറേ. സാർ അങ്ങോട്ട് നീട്ടി പിടി. ഓക്കെ. ആ ഹലോ, നിങ്ങൾ ആര്? ഇതെന്ത്? ഇതെന്ത്? സാറേ ഒന്ന് ഒതുങ്ങിയ സാർ. ഒന്ന് സാറേ ഒന്ന് നിൽക്കണം. ഇത് മനസ്സിലായില്ലേ? ഇല്ല സാർ, ഞങ്ങൾ ഈ ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അളവെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരാ. ഇസ്രായേലാ? ആ ഇസ്രായേൽ. ഞാൻ ഉസ്മാൻ. ഞാൻ അനിരുദ്ധൻ. അല്ല, ഇത് എന്റെ വീടാണ്. ഇവിടെ എന്താ നിങ്ങൾക്ക് കാര്യം? അതെ, ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇസ്രായേൽവേയുടെ പദ്ധതി. ഇപ്പൊ പുതിയ സർക്കാരിന്റെ പുതിയൊരു പദ്ധതിയാണ് ഇസ്രായേൽവേ പദ്ധതി. അതെ, അത് എന്റെ വീട്ടിൽ എന്താ കാര്യം എന്നാ ചോദിച്ചത്. അല്ല, നമ്മളത് അളവെടുക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ ആ റോഡിന്റെ അവിടെ തൊട്ട് ഇവിടം വരെ അളവെടുക്കും. നിങ്ങളെ വീടിന്റെ ഏകദേശം ഇത്രയും പോർഷൻ പോകും. പോവോ? ആ ഇതിന്റെ ഭാഗമായിട്ട് ഇത്രയും പോകും. ആ ഫില്ലറിന്റെ പകുതി വരെ ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തോ നീ പറയണേ? നിങ്ങൾക്ക് ഇത് സംഭവം എന്താ മനസ്സിലായില്ലേ? ഇല്ല. ഇസ്രായേൽവേ പദ്ധതി എന്ന് പറഞ്ഞാലേ ഇനി മുതൽ നിങ്ങളെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് ഈ ഇസ്രായേൽവേ പോകുന്നത്. മനസ്സിലായില്ലേ? എന്തോന്നൊക്കെ നിങ്ങൾ പറയുന്നത്? മനസ്സിലാക്കി തരാം, മനസ്സിലായത്. അതായത് നമ്മളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, അവിടെ നേരെ കരമന വഴി നമ്മളെ കൈമനത്ത് വന്നിട്ട് അവിടെ നിന്ന് മധുപ്പാലം വഴി നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഈ തിരുവല്ലം വഴിയാണ് കന്യാകുമാരിലോട്ട് ഇസ്രായേൽവേ പോകുന്നത്. നിന്റെ കൂട്ടുകാരാടാ? അതെ, അത് എന്റെ വീടിന്റെ മുമ്പിൽ എന്തിനാണ് പണിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലേ പറഞ്ഞത്, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് ഇനി ഇസ്രായേൽവേ പോകുന്നത്. ഇത് പൂട്ടിയിട്ടേക്കുന്ന വീടൊന്നും അല്ല കേട്ടാ. ഒരു മര്യാദ വേണം. ഇവിടെ ഉള്ള ആരുടെങ്കിലും ചോദിച്ചിട്ടല്ലേ നിങ്ങളെ ഈ അടപ്പും കുഴപ്പമൊക്കെ ചെയ്യാൻ. അല്ല, നിങ്ങൾ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആ മര്യാദ പഠിപ്പിക്കും. ഇപ്പോഴേ ഓൺലൈൻ വഴിയാണ് മര്യാദ പഠിപ്പിക്കുന്നത്. വെറും 3 മിനിറ്റ് മതി. പഠിക്കും വേണ്ടൊക്കെ. നിങ്ങൾക്ക് തർക്കിക്കാനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഇതിന്റെ സർവേ എടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം.
ഏകദേശം നിങ്ങളെ വീടിന്റെ ഈ മുറ്റവും ഈ വരാന്തൊക്കെ പോകും. ഏകദേശം കേട്ടോ മാമ, ഏകദേശം 4 ഫില്ലറും പോകും. 4 പില്ലർ 4 ഫില്ലറും പോകും. പിന്നെ മര്യാദയ്ക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ 1 ഫില്ലർ വെച്ചിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ആ. എന്റെ വസ്തുവിനോ വീടിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടായാ എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കും. അത് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഇങ്ങനെ ചാടി കടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ഡ്യൂട്ടി, എന്റെ വീടിന്റെ മുറ്റത്ത് നിങ്ങളുടെ ഡ്യൂട്ടി ഒരു കുന്തവും വേണ്ട. എന്റെ ശവത്തിന്റെ പുറത്തുകൂടിയേ നിങ്ങളുടെ എസ് റെയിൽ എന്ത് റെയിലും പോവുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നെയിം പ്ലീസ്. ഉണ്ണികൃഷ്ണൻ, ഉത്തരങ്കോട്. ആണാ? ഇങ്ങോട്ട് വരി. വരേ വാ പറയാം. ഡേയ്, നീ ഇവിടെ പറഞ്ഞു ഇവിടെ ഇരടാ. എന്നെ അല്ലേ വിളിച്ചത്? ആ വാ. അതെ ഉണ്ണി സാറേ, ഒരു കാര്യം ചോദിക്കാറുണ്ട്. ആ നിൽക്കുന്ന ആ കിഴങ്ങ് ആരാണ്? എന്റെ ഒരു ബന്ധു തന്നെ, കുഴപ്പമില്ല. ഒട്ടും ഗൗരവമില്ല, വിദ്യാഭ്യാസമില്ല. ആ ഉള്ളതിൽ ഇത്തിരി അല്പമെങ്കിലും മാന്യമായിട്ട് സംസാരിച്ചത് വിദ്യാഭ്യാസവും ബുദ്ധിയും ഉണ്ടെന്ന് തോന്നിയത് ഉണ്ണി സാറിനാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ESIL പദ്ധതി ഉണ്ടല്ലോ, അത് ഇപ്പൊ നിങ്ങളെ വീടിന്റെ മുമ്പ് ഇപ്പോഴാണ് ഇപ്പൊ വരാൻ പോകുന്നത്. അതിനാണ് നമ്മൾ ഈ അളക്കാൻ വേണ്ടി വന്നത്. ഇതിപ്പോ നമ്മൾ ഇത്രയും സ്ഥലം പോയി കഴിഞ്ഞാൽ സർക്കാർ നിങ്ങൾക്ക് ഈ സ്ഥലത്തിന് പൊന്നും വില തരും. പിന്നെ ഉണ്ണി സാർ ആരാണ്? ഈ ഏരിയയിലെ കോടീശ്വരൻ. മാത്രമല്ല ഈ റെയിൽവേ പദ്ധതി വന്നു കഴിഞ്ഞാലേ നിങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് കന്യാകുമാരി എക്സ്പ്രസ് ചീറി പാഞ്ഞു പോണത്. പോയി ഇടയ്ക്കിടയ്ക്ക് 2 അടിക്കാൻ വേണ്ടി കയറുന്ന 10 മിനിറ്റ് മതി. അവിടെ ചെന്നിരുന്ന് 2 അടിച്ചോണ്ട് സുഖമായിട്ട് കാറ്റും കൊണ്ട് മതമാരെ കണ്ട് കിടക്കാം. എവിടെയെങ്കിലും കിട്ടും ഈ സൗഭാഗ്യം. അപ്പോൾ ഇതിന്റെ ഏർപ്പാടൊന്നും ചെയ്താൽ ആ ഒരു തുണി നിർത്തുന്നില്ല നീ പറഞ്ഞു. നിർത്തണ്ട, അതും കൂടെ എടുത്തോ. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ് ശരിയായിക്കോ. എന്ത് നിങ്ങൾക്കിത് അളക്കാനുള്ള ഏർപ്പാട് അത് ഏറ്റ് ഞാൻ ഏറ്റ് അത് അല്ല ഉണ്ണിയപ്പൂ, ഈ ഓണത്തിനൊക്കെ മുറ്റം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അത്തം ഇടും? മുറ്റൊന്നും വേണ്ടാക്കണം. കാരണം ഈ ഫ്ലാറ്റുകളിൽ മക്കള് കണ്ടിട്ടുണ്ടാ, അവിടെ മുറ്റമൊന്നും ഇല്ലല്ലേ. 10 ദിവസത്തേക്ക് 10 പൂ വാങ്ങിച്ച് അവര് ഫ്ലാറ്റിന്റെ നടയില് പല ടൈപ്പിലായിട്ട് അത്ത ഇടും. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ല ഉണ്ണിയമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ, മാമൻ എത്ര രൂപ ഒരു കൈക്കൂലി വന്ന് എന്റെ വീട് മുറ്റമൊക്കെ പൊളിക്കുന്നതിന് കൂട്ടിക്കുന്നതിന് വേണ്ടി? അറിയാറ്റൊന്നുണ്ടല്ലേ കൂട്ടിയിരുന്ന പിന്നെ എന്റെ വീട് മുറ്റമല്ലേ പൊളിക്കുന്നത്? അനാവശ്യം പറയരുത്. ഞാൻ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ടോക്ക് നമ്മുടെ ഇവിടെ ആ സർക്കാർ സ്കൂളിൽ ഇരിക്കുന്നത് എന്റെ അപ്പൂപ്പൻ കൊടുത്ത 50 ഏക്കർ വസ്തുവിലാണ് കേട്ടോ. അപ്പൂപ്പന് 5 പൈസ കൊടുത്തിട്ടില്ല. അതെ, മാമന്റെ അപ്പൂപ്പന് ഏക്കറാണെങ്കിൽ സ്വത്തുണ്ടായിരുന്നു. 5 ഏക്കർ കൊടുക്കാന്ന് ഒരു 5 സെന്റ് കൊടുക്കുന്ന പോലെയാണ് അപ്പൂപ്പന്. ഇപ്പൊ അതല്ല. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, മുറ്റം നല്ല മുറ്റത്തുനിന്ന് ഒരു തരി മണ്ണ് പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിലേ നാളെ ഞാൻ അവിടെ സത്യാഗ്രഹം തുടങ്ങും. വേണ്ട, ഞാനും കാണും. എന്നാ മിക്കവാറും സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും. ഈ സമയത്ത് വഴക്കൊക്കെ കൂടിക്കൊണ്ട് നടന്നാൽ ഒന്നും നടക്കൂല. എടാ, ബുദ്ധി ഉപയോഗിക്കണം, മനസ്സിലായ? അങ്ങോട്ട് നോക്ക്. വീട്ടിന്റെ മുൻവശത്തൂടെ ട്രെയിൻ പോയി കഴിഞ്ഞാലുണ്ടല്ലേ വസ്തുവിന് വില മാറും. ഇപ്പത്തേം കാട്ടി 4 ഇരട്ടി കിട്ടും പൈസ. നോക്ക്, ആ പൈസ കൊണ്ട് നിനക്ക് എന്തെല്ലാം ചെയ്ത നിന്റെ ലോൺ വരെ അടഞ്ഞു കിട്ടും. അത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. പിന്നെ മുറ്റത്ത് ഇറങ്ങി നിന്നാ മതി, ട്രെയിൻ വരും. 10 മിനിറ്റ് കൊണ്ട് കന്യാകുമാരി പോവുകയും ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് കന്യാകുമാരി പോയിട്ട് എന്തോ ചെയ്യാൻ? അത്യാവശ്യമുള്ള കാര്യമാണോ അത്? അത് ഞാൻ പറയാമ്മ, ഡെയിലി കടലിൽ കുളിച്ച് ദേവിയും തൊഴുത് അസ്തമയം കണ്ട് തിരിച്ചു വരാം. അങ്ങനെ പറഞ്ഞോട്ട് ഇനി എന്തൊക്കെ വന്നാലും എന്തിന്റെ പേരിലായാലും എന്റെ വീടും എന്റെ വീടിന്റെ മുറ്റവും ഞാൻ ആർക്കും പകുത്തു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാം. നാളെ ഞാൻ ഈ മുറ്റത്തെ സത്യാഗ്രഹം ഇരിക്കാൻ പോകണം. ആർക്കെങ്കിലും വേണമെങ്കിലും കൂടാം, നിനക്ക് വേണമെങ്കിലും കൂടാം, രവിയേട്ടനും കൂടാം. അത് തന്നെ ഞാനും. സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും. ഞാനോ? ഞാന് ഉണ്ണിയപ്പുമായിട്ടൊന്ന് ആലോചിക്കട്ടെ കേട്ടാ, എന്നിട്ട് തീരുമാനിക്കാം ഇരിക്കണോ വേണ്ടേന്ന്. നമ്മളൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കും. ചോറണമാ, അത് മതി. മക്കൾ ഉണ്ടിട്ട് വാ. അത് അങ്ങനെ ചെയ്താണ്. വീടിന്റെ അടിവാരം വരെ കുത്തി എടുക്കാൻ പോണു. അപ്പോഴാണ് അവൾ ആലോചിക്കാൻ പോണത്. വിട്ടു തരില്ല, വിട്ടു തരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല, വിട്ടു തരില്ല, വിട്ടു തരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല. ഏമാന്മാരെ, 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 ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല. ഞങ്ങളുടെ ശവത്തിന്റെ മുകളിൽ കൂടി നിങ്ങൾ റെയിലുകൾ ഓടിച്ചോളൂ. ഞങ്ങളുടെ ശവത്തിന്റെ മേളിൽ കൂടി നിങ്ങൾ റെയിലുകൾ ഓടിച്ചോളൂ.
നമസ്കാരം, ഞാൻ സന്തോഷ് മാളക്കാരൻ. വളരെ കണ്ണലിയിക്കുന്ന സംഭവങ്ങൾ ഒത്തിരിയാണ് എന്റെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ കണ്ണലിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൈമനം മധുപാലത്തിനടുത്ത് ബാങ്ക് മാനേജറായ രവിയുടെ വീട്ടിലാണ് ഈ സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 മണിക്കൂറായി സമരത്തിലാണ് അവര്. എന്താണ് സംഭവമെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്റെ പൊന്നു ചേച്ചി, ഞാൻ സന്തോഷ് മാളക്കാരൻ. എന്തുണ്ടെങ്കിലും ധൈര്യമായി ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പറയാം. പേടി വേണ്ട, ഭയം വേണ്ട, ഒന്നും വേണ്ട. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് എന്റെ ചാനലിലൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ധൈര്യമായിട്ട് പറയൂ. മാളക്കാര, പ്രശ്നം എന്താന്ന് വെച്ചാല് ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് അവര് പറയുകയാണ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടിന്റെ വരാന്തയും മുറ്റവും അവർ ഏറ്റെടുക്കുകയാണെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ വലിയ മുറ്റമുള്ള വീട് വാങ്ങിച്ചത് എന്റെ മക്കൾക്കും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോണ കൊച്ചുമക്കൾക്കും കളിച്ച് നടക്കാൻ വേണ്ടിയാണ്. ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടും ഈ വീടും സ്ഥലവും വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ അതിന്റെ ലോൺ അടച്ച് ഇതുവരെ തീർന്നിട്ടില്ല. വലിയ ബാധ്യതയാണ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. അവരെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാനാവും. നമ്മുടെ ജീവനാണ് അവിടെ കിടക്കുന്നത്. സന്തോഷം, അത് മാത്രമല്ല, ഇതൊരു വീടിന്റെ മുറ്റത്തിന്റെ വെറും കാര്യം മാത്രമല്ല, ഇത് ഞങ്ങളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണിത്. എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വളരെ കരളരിയിക്കുന്നതും കണ്ണ് നനയുന്നതുമായ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഇതിന് സാക്ഷ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഇവരുടെ ഈ വിഷമത്തിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇതൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ വളരെ കരളലിയിക്കുന്ന സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ ബാങ്ക് മാനേജറായ രവിയുടെ വീട്ടിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. മോളെ, ഈ മുദ്രാവാക്യം ആരെയാണ് കൊടുത്തത്? സംശയം എന്ത്, പിങ്കി അല്ലാതെ ആര്? അല്ല, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള തോന്നുന്നുണ്ട്. കേട്ടിട്ടുള്ള പോലെ തോന്നില്ലേ? അത് അവളെ എവിടെന്നോ കേട്ട് ചൊറണ്ടിയതാ. അങ്ങനെ വരട്ടെ. ഏയ്, ആ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിക്കൂ. എനിക്ക് കുറച്ച് പറയാനുണ്ട്. പറയണമെന്ന് എടുത്തേ. ഇവിടെ കുത്തിയിരിക്കുന്നില്ലേ, വാത്തിനൊന്നുമല്ല, പൊന്നും വില കൊടുക്കാന്ന് പറഞ്ഞു. അത് വേണ്ട. ഈ നാടിന്റെ വികസനമല്ലേ ആവശ്യം? ആലോചിച്ച് നോക്ക്, നാടിന്റെ വികസനമല്ലേ. പിന്നെ ഇവരിങ്ങനെ ഈ കുത്തിയിരുന്ന് ചിന്താഭാ വിളിച്ചിട്ട് വല്ല കഥയുണ്ട? ഒരു കഥയില്ല. പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, വാത്തിനല്ലല്ലേ. അപ്പൊ മാറി ഞാൻ പറയട്ടെ. ഇതുപോലെ ജഡ്പലകളുടെ മുമ്പിലല്ല നിങ്ങൾ ക്യാമറ കൊണ്ട് വെക്കേണ്ടത്. നിലപാടുള്ള ആൾക്കാരുടെ മുമ്പിൽ വേണം ക്യാമറ കൊണ്ട് വെക്കേണ്ടത്. അതെ, എസ്ട്രേലിയ ഇവിടെ വരണം, ഈ വീടും സ്ഥലവും വിൽക്കണം, എന്റെ അച്ഛന്റെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ വിറ്റ് തീർന്നാലേ ഇതിൽ ഒരു കര കയറാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് മാറും. ഇതാണ് എന്റെ പ്ലാൻ. അപ്പൊ ഈ വീട്ടിലെ 2 പക്ഷക്കാരും പറഞ്ഞത് നമ്മൾ വ്യക്തമായി കേട്ട് കഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സാമൂഹിക പ്രവർത്തകയായ മേധാ പട്കർ പറഞ്ഞ ആ വാക്കുകൾ ഞാനൊന്ന് കടമെടുക്കുകയാണ്. വികാസ് ചാഹിയെ വിനാശ് നഹീം എന്ന് പറഞ്ഞ വികസനമാണ് വേണ്ടത്, വിനാശത്തിലൂടെ അല്ല വികസനം. അപ്പോ എനിക്കൊരു കാര്യം മാത്രമേ പറയാവൂ. ഒന്നിനെ നശിപ്പിച്ചുകൊണ്ടല്ല ഒരു വികസനം കൊണ്ടുവരേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് കരളലിയിക്കുന്ന കണ്ണ് നനയിക്കുന്ന സംഭവങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു സന്തോഷ് മാളക്കാരൻ. അപ്പോ വീണ്ടും ഞങ്ങളുടെ എപ്പിസോഡിൽ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി ഗുഡ് ബൈ. വിട്ടുതരില്ല, 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 ഞങ്ങളുടെ ഭൂമി വിട്ടുതരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടുതരില്ല. ഏമാന്മാരെ, 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 ഏമാന്മാരെ.